ജില്ലയിൽ വേനൽച്ചൂട് 40 ഡിഗ്രി കടന്നതോടെ വൈദ്യുതി ഉപഭോഗം റെക്കോർഡ് നിലയിലേക്ക്. അമിതഭാരം താങ്ങാനാവാതെ ട്രാൻസ്ഫോർമറുകൾ തകരാറിലാകുന്നതും വൈദ്യുതി മുടങ്ങുന്നതും പതിവാകുന്നു. ചെർപ്പശ്ശേരി മേഖലയിൽ വൈദ്യുതി ഉപഭോഗം 60% വർദ്ധിച്ചതോടെ KSEB ജീവനക്കാർ കടുത്ത ജോലി സമ്മർദ്ദത്തിലാണ്. ഉപഭോഗം നിയന്ത്രിച്ചില്ലെങ്കിൽ കൂടുതൽ നിയന്ത്രണങ്ങളിലേക്ക് കടക്കേണ്ടി വരുമെന്ന സ്ഥിതിയാണ് നിലവിൽ. ചുട്ടുപൊള്ളുകയാണ് ജില്ല. 40 ഡിഗ്രിക്ക് മുകളിൽ നിൽക്കുന്ന കടുത്ത വേനലിൽ എയർ കണ്ടീഷണറുകൾ, ഫാനുകളും വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്നതോടെ ജില്ലയിലെ പ്രതിദിന വൈദ്യുതി ഉപയോഗം 350 മുതൽ 380 മെഗാവാട്ട് വരെയായി ഉയർന്നു. ചെർപ്പളശ്ശേരി 110 kV സബ്സ്റ്റേഷന് കീഴിലെ സ്ഥിതിയും ഒട്ടും വ്യത്യസ്തമല്ല. ചെർപ്പളശ്ശേരി, പേങ്ങാട്ടിരി, കോതകുർശി, ശ്രീകൃഷ്ണപുരം എന്നീ 4 സബ് ഡിവിഷനുകളിലും ഉപയോഗം സർവകാല റെക്കോർഡിലാണ്. സാധാരണ രാത്രി 9 വരെ നീണ്ടു നിൽക്കാറുള്ള പീക്ക് സമയം ഇപ്പോൾ അർദ്ധരാത്രി 1 മണി വരെ നീളുന്നു. ഈ സമയങ്ങളിൽ ട്രാൻസ്ഫോർമറുകളിൽ ആംബിയർ ലോഡ് അനുവദനീയമായ പരിധിക്ക് അപ്പുറമാവുകയാണ്. ഇതോടെ ട്രാൻസ്ഫോർമർ ഫ്യൂസുകൾ കത്തിപ്പോകുന്നതും ലോഡ് ഡിസ്ട്രക്ഷൻ മൂലം വൈദ്യുതി ബന്ധം നിലയ്ക്കുന്നതും പതിവ് കാഴ്ചയാകുന്നു. ചെർപ്പളശ്ശേരി സ്പെഷ്യൽ സബ് ഡിവിഷന് കീഴിൽ മാത്രം 60% ഉപയോഗമാണ് വർദ്ധിച്ചിരിക്കുന്നത്. ട്രാൻസ്ഫോർമറുകളുടെ ശേഷിയുടെ ഇരട്ടിയോളം വൈദ്യുതി പ്രവഹിക്കുന്നതോടെ പലയിടങ്ങളിലും ദിവസേന ഒന്നിലധികം തവണ വൈദ്യുതി തടസ്സപ്പെടുന്നു. ട്രാൻസ്ഫോർമറുകളിലേക്കുള്ള വൈദ്യുതി എത്തുന്നത് സബ്സ്റ്റേഷനുകളിൽ നിന്നാണ്. ഇത് ട്രാൻസ്മിഷൻ വിങ്ങിന് കീഴിലാണ്. സബ്സ്റ്റേഷനുകളിലേക്ക് വരുന്ന ലൈനിൽ ഓവർലോഡ് വരുന്ന സമയങ്ങളിലാണ് 15 മിനിറ്റ് നിയന്ത്രണം ഓരോ സബ്സ്റ്റേഷനിലെയും ഓരോ 11 kV ഫീഡറിലും വരുത്തുന്നത്. അല്ലാത്തപക്ഷം ലോഡ് താങ്ങാനാവാതെ 110 kV, 66 kV, 220 kV ലൈനുകൾ പൊട്ടിവീഴുന്ന സാഹചര്യം ഉണ്ടാകും. ഇത് ഗ്രിഡ് മുഴുവനായും ബാധിക്കുകയും കേരളം മുഴുവൻ ഇരുട്ടിലേക്ക് പോകാനും കാരണമാകാം. ഇത് ഒഴിവാക്കാനാണ് അപ്രഖ്യാപിത ലോഡ് നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്. വൈദ്യുതി മുടങ്ങുന്നതോടെ സെക്ഷൻ ഓഫീസുകളിലേക്ക് പരാതികളുടെ പ്രവാഹമാണ്. എന്നാൽ കടുത്ത ചൂടിലും തകരാറുകൾ പരിഹരിക്കാൻ വിശ്രമമില്ലാതെ പണിയെടുക്കുന്ന ജീവനക്കാരുടെ അവസ്ഥ ദയനീയമാണ്. ചെർപ്പളശ്ശേരിക്ക് കീഴിലെ 4 സബ് ഡിവിഷനുകളിലായി 50ഓളം ജീവനക്കാരാണ് രാപ്പകൽ ഭേദമന്യേ പണിയെടുക്കുന്നത്. വേനൽ കനത്തോടുകൂടി ഒന്നാമത്തെ പ്രശ്നം നമ്മുടെ ഫീഡർ ഓവർലോഡ് ആകുന്നു. പിന്നെ ട്രാൻസ്ഫോമർ ഓവർലോഡ് ആകുന്നു. ട്രാൻസ്ഫോമർ ഫ്യൂസ് ഫെയിലാകുന്നു. ഇത് കൂടാതെ ട്രാൻസ്ഫോമർ തന്നെ ഫെയിലാകുന്ന അവസ്ഥയിലേക്കൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മുടെ നേരത്തെ പറഞ്ഞിരുന്ന നമ്മുടെ പീക്ക് സമയം തന്നെ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. നേരത്തെ ഒരു 6-8:30 എന്നൊക്കെ ഉള്ളത് ഇപ്പോൾ ഏതാണ്ട് 10 കഴിഞ്ഞിട്ട് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതിൻ്റെ അത്രയും കൂടുതൽ പീക്ക് ലോഡിലേക്കൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമുക്കറിയാം വേനൽ മീറ്റ് ചെയ്യാൻ വേണ്ടി പലപ്പോഴും AC-യുടെയൊക്കെ ഉപയോഗം വളരെ വിപുലമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഉപഭോക്താക്കൾ എന്നുള്ള നല്ല ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒന്നിച്ചുള്ള ലോഡുകൾ ഒന്ന് ഒഴിവാക്കുക. ഉദാഹരണമായിട്ട് AC ഒക്കെ ഇടുമ്പോൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ലോഡുകൾ, ഉദാഹരണമായിട്ട് മോട്ടർ അല്ലെങ്കിൽ മറ്റ് ലോഡ് എടുക്കാവുന്ന മിക്സി, ഇത്തരം കാര്യങ്ങൾ, വാഷിംഗ് മെഷീൻ, ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ഷിഫ്റ്റ് ചെയ്യുക. അത് ഒരേ സമയം തന്നെ അവർക്ക് ലോഡ് കറണ്ട് ചാർജ് കുറയ്ക്കുന്നതിനുമൊക്കെ നിലവിലുള്ള TOD ബില്ലിങ്ങിൻ്റെ ഭാഗമായിട്ട് കറണ്ട് ചാർജ് കുറയ്ക്കുന്നതിനുമൊക്കെ ഉപയുക്തമാണ്. അപ്പോൾ എന്തായാലും ബോധപൂർവ്വം ഇത്തരത്തിൽ നമ്മൾ ഈ പീക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നതിൻ്റെയൊക്കെ അപ്പുറത്തേക്കാണ് ലോഡ് കൂടുന്നത്. അതിൽ തന്നെ ജീവനക്കാരും ഒട്ടേറെ ബുദ്ധിമുട്ടുകൾ അതിനകത്ത് വരുന്നുണ്ട്. ഫ്യൂസ് ഫെയിലിയർ വളരെ വിലവായിട്ട് വരുമ്പോൾ ബ്രിഡ്ജിങ് ഫെയിലിയർ വരുന്നുണ്ട്. അപ്പോൾ ഇത്തരം ഇതിൽ ഈ ലോഡ് ഒന്നിച്ചുപയോഗിക്കുന്ന ഒന്ന് റെസ്ട്രിക്റ്റ് ചെയ്താൽ അത് മൊത്തം നമ്മുടെ സിസ്റ്റത്തിനും മറ്റു ഉപഭോക്താക്കൾക്കൊക്കെ ഗുണകരമായിരിക്കും. ജീവനക്കാർ ശരിക്കും ഏരിയയുടെ മറ്റ് പ്രശ്നങ്ങളുമൊക്കെ ഉണ്ട്. അത് തന്നെയല്ല, ഈ ഉയർന്ന ചൂടിൽ മറ്റ് പല നിർദ്ദേശങ്ങളും ഈ ചൂട് കൂടുമ്പോൾ ജീവനക്കാർക്ക് വിശ്രമവും മറ്റു കാര്യമൊക്കെ അനുവദിക്കുമ്പോഴും നമുക്ക് പലപ്പോഴും വിശ്രമം ഇല്ലാതെ ജോലി ചെയ്യുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട്. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഇപ്പോൾ ഓൾറെഡി തന്നെ പലപ്പോഴും ജീവനക്കാർക്കൊക്കെ ഉണ്ടാകുന്നുണ്ട്. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മുടെ ചെർപ്പളശ്ശേരി സെക്ഷനിലും കോതക്കുറിശി സെക്ഷനിലും ഒക്കെ വരുന്നുണ്ട്. പിന്നെ രാത്രിയിൽ നമുക്ക് വളരെ കുറച്ച് ജീവനക്കാർ മാത്രമേ ഉള്ളൂ. അപ്പോൾ അപ്പോഴത്തേക്കാണ് ഈ പീക്ക് ലോഡിൻ്റെ പ്രശ്നങ്ങൾ കൂടുതൽ വരുന്നത്. അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ ഒന്നിച്ച് ട്രാൻസ്ഫോമറിൻ്റെ ഫ്യൂസുകളൊക്കെ പോകുമ്പോൾ ഇത്രയും മെയിൻറ്റെയിൻ ചെയ്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന താമസങ്ങളും അതിൽ ഉപഭോക്താക്കൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും അതുണ്ടാക്കുന്ന ജീവനക്കാർക്കുണ്ടാകുന്ന മാനസിക സംഘർഷങ്ങളും ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ വരുന്നുണ്ട്. കത്തുന്ന വെയിലിൽ ഇലക്ട്രിക് പോസ്റ്റുകളിൽ കയറിയുള്ള ജോലി വലിയ ശാരീരിക ബുദ്ധിമുട്ടുകൾക്കും അപകട സാധ്യതകൾക്കും കാരണമാകുന്നു. വൈദ്യുതി തടസ്സം ഒഴിവാക്കാനും ജീവനക്കാരുടെ ജോലിഭാരം കുറയ്ക്കാനും ഉപഭോക്താക്കളുടെ സഹകരണം അനിവാര്യമാണ്. രാത്രി 6 മണി മുതൽ 11 മണി വരെയുള്ള സമയങ്ങളിൽ AC ഉപയോഗിക്കുമ്പോൾ വാഷിംഗ് മെഷീൻ, മോട്ടോർ, മിക്സി തുടങ്ങിയ ഉയർന്ന വൈദ്യുതി ആവശ്യമുള്ള ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാതിരിക്കുക. ഇലക്ട്രിക് വാഹനങ്ങൾ ചാർജ് ചെയ്യുന്നത് അർദ്ധരാത്രിക്ക് ശേഷമോ പുലർച്ചെയോ ആക്കാൻ ശ്രമിക്കുക. ആവശ്യമില്ലാത്ത ലൈറ്റുകളും ഫാനുകളും ഓഫ് ചെയ്ത് വൈദ്യുതി ലാഭിക്കുക. അമിത ഉപയോഗം നിയന്ത്രിക്കാൻ സാധിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ സമയത്തേക്ക് വൈദ്യുതി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടി വരുമെന്നാണ് KSEB അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നത്. ന്യൂസ് ബ്യൂറോ, ചെർപ്പളശ്ശേരി.
60 ഡയമണ്ട് റിങ്ങുകൾ സമ്മാനമായി നൽകുന്ന കവിത ഗോൾഡൻ ഡയമണ്ട്സ് ആനിവേഴ്സറി ഓഫർ. ആനിവേഴ്സറി ആഘോഷങ്ങൾ പ്രമാണിച്ച് ഏപ്രിൽ 1 മുതൽ മെയ് 31 വരെ കവിത ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്ന് ഓരോ ദിവസവും തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് ഒരു ഡയമണ്ട് റിംഗ് സമ്മാനം. കൂടാതെ ഓരോ പർച്ചേസിനോടൊപ്പവും ഒരു സർപ്രൈസ് സമ്മാനവും. 5% തുടങ്ങുന്ന അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം, 2.5% തുടങ്ങുന്ന പണിക്കൂലി, സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ, മെഗാ എക്സ്ചേഞ്ച് ആനുകൂല്യങ്ങൾ തുടങ്ങിയ മറ്റു ഓഫറുകളും. വേഗമാകട്ടെ, ഈ ഓഫറുകൾ മെയ് 31 വരെ മാത്രം. കവിത ഗോൾഡൻ ഡയമണ്ട്സ്,